നെവർ. ഇല്ല. ഇല്ല, ഒരു പ്രിവിലേജ് ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട്. ആണ് അതിന് വിഷമം തോന്നിയിട്ടുണ്ടോ? ഒരു പ്രിവിലേജ് ഇല്ല, ഞാൻ ആ പ്രിവിലേജ് ഉണ്ടോ, കുറെ ആൾക്കാരുണ്ടെന്ന് കരുതുന്നവരുണ്ടാകാം. ഞാനൊരു കാലത്തും ആ പ്രിവിലേജിന്റെ എന്തെങ്കിലും എടുക്കാൻ ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയില്ല. ആരാധികമാരുടെ മെസ്സേജുകൾക്ക് പലതവണയും മറുപടി കൊടുത്തിട്ടുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ, നിരുത്സാഹപ്പെടുത്താറുണ്ടോ? എന്താണ് ഇപ്പം നമ്മളെ താങ്ക് യു ഇനി കീപ് വാച്ചിങ് എന്നൊക്കെ പറയാറുണ്ടോ? അല്ലാതെ അത്രേ ഉള്ളൂ. നിലപാടുകൾ മാറ്റാൻ തോന്നിയിട്ടുണ്ടോ? മാറ്റം തോന്നിയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാലത്ത് ശരിയെന്ന് വിചാരിച്ച് ആവില്ല ചിലപ്പോൾ ശരി. നമ്മൾ കുറച്ചുകൂടെ അതിനെപ്പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ അത് തെറ്റാണെന്ന് തോന്നുന്നു. അപ്പൊ അതൊന്നും മാറ്റാൻ മടിയുണ്ടാവുന്ന കാര്യമില്ല. ചർച്ചയ്ക്ക് മുന്നേ ഒരു നിലപാടുമായി പോയി, ചർച്ചയ്ക്ക് ശേഷം ആ നിലപാടിൽ നിന്ന് മാറ്റം വന്നതായി തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ചിന്തിച്ച മാത്രമല്ലായിരുന്നു പൂർണ്ണ ശരി, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ചർച്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഓഫ്കോഴ്സ് തോന്നിയിട്ടുണ്ട്. 1-2 വിഷയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആരോടെങ്കിലും പഞ്ചാര അടിച്ചിട്ടുണ്ടോ? പിന്നില്ലേ, പഠിക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന വാർത്തകൾ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആണോ? അതിഥികളായി എത്തിയവർ എപ്പോഴെങ്കിലും ശത്രുക്കളായി പോയിട്ടുണ്ടോ? പിണക്കമുണ്ടായിട്ടുണ്ട്. ഒരാൾ ഒരു പിണക്കം ഒരു ദീർഘനാൾ നീണ്ടു നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അത് പിന്നാലെ നടന്ന് പരിഹരിക്കും. അത് ശരി. പിണങ്ങി നിൽക്കാൻ അത് ശരിയല്ലല്ലോ. അല്ല, അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാനായിട്ട് തോന്നിപ്പിക്കുന്ന എന്താണ്? നമുക്ക് ഇനി നാളെ ഇവരെ കാണേണ്ടതാണ് എന്നുള്ളത് കൊണ്ടാണോ? അതോ അങ്ങനല്ല, ഇപ്പൊ നമ്മുടെ ഒരു ചോദ്യം കാരണമാണ്. ഇപ്പൊ നമ്മളൊരു ശരിയായ ചോദ്യം നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് പുള്ളി പിണങ്ങി. ഞാൻ ചോദിച്ചുകൊണ്ടാണല്ലോ പുള്ളി പിണങ്ങി എന്നൊരു തോന്നലുണ്ടാവില്ല. ഇപ്പൊ ഒരാൾ പിണങ്ങിയിരിക്കും, ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിളിക്കും. അപ്പൊ ഇപ്പൊ ഒരാളെ ഞാൻ നിരന്തരം വിളിച്ച്, ഒരാൾ ഇപ്പോഴും മെരുങ്ങാൻ നിപ്പുണ്ട്. ഒരാള് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു പ്രത്യേക സമയമായപ്പോഴത്തേക്ക് പുള്ളി പിണങ്ങി. ഞാൻ ആ ശ്രമം ഇപ്പോഴും തുടരുന്നുണ്ട്. പുള്ളി അങ്ങനെ ഭയങ്കര തളരാതെ ഒരു പോരാളിയാണല്ലോ. അതെ, ഞാൻ തളരാതെ ഞാൻ പിന്നലെ ഉറവ് കൂടും. ചേട്ടാ കൂട്ടാ. ആണോ? ഇങ്ങനെയൊന്നും ചേട്ടനെ കുറിച്ച് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഇല്ലായിരുന്നു. ചേട്ടന്റെ ഉള്ളില് ഇത്രയും ഒരു ലോലനായ ഒരു കവി ഹൃദയം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. മനുഷ്യന്മാരോട് പിണങ്ങിയിരിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ആണ്. ചർച്ചകൾക്ക് അവസാനം ഒരു കുറ്റബോധം തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഏതാന്ന് ചോദിക്കുന്നത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആണ്. അത് ശരി. അല്ല, കുറ്റബോധം ഇൻ ദ സെൻസ് എങ്ങനെ? അത്രയും കർശനമാവുണ്ടായിരുന്നു. അത്രയും അറഗന്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല. തോന്നിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഹാഷ്മി ചോദ്യങ്ങളെ ഭയക്കാറുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മളിപ്പോ ചോദ്യം ചോദിക്കുന്ന പോലല്ല ഉത്തരത്തിനായിരുന്നു കൊടുക്കുന്നത്. പേടിയില്ല, പക്ഷെ ചെറിയൊരു കോൺഫിഡൻസ് പ്രശ്നം ഉണ്ടാവാറുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങണമെന്ന് എപ്പോഴെങ്കിലും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞ് ഞാൻ സംഘടനാ പ്രവർത്തകനായിരുന്നു. ഞാൻ രാഷ്ട്രീയത്തിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, ആക്റ്റീവായി വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് കഴിഞ്ഞ് നമ്മൾ ജോലി എടുക്കുന്നു. ജോലി തുടരുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിൽ എന്തായാലും ഇല്ലല്ലോ, നമുക്കത് നടക്കില്ല, ശരിയുമല്ല. മാത്രമല്ല നമ്മൾ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിക്കൊണ്ട് രാഷ്ട്രീയത്തിലോട്ട് കടക്കുക എന്നതും ഒരു എത്തിക്സ് ആയിട്ട് ഞാൻ കരുതുന്നില്ല. മാധ്യമ പ്രവർത്തനം എപ്പോഴെങ്കിലും നിർത്തണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഭയങ്കര ഹാപ്പിയാണല്ലേ? ഹാപ്പിയാണ്, അത് വേറെ. പക്ഷെ നമുക്ക് ഇതെല്ലാം വേറെ പണി ചെയ്യാൻ പറ്റൂല.